5000 പേർക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണല്ലോ. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ? 5000 പേരുടെ ഭക്ഷണം എന്നുള്ളതല്ല, നമ്മളൊരു 5000 പേരുടെ സദ്യ ഒരുക്കിയാൽ അങ്ങനെയുള്ള ഒരു ക്വാണ്ടിറ്റിയിലല്ല ഇവിടെ ഒരുക്കേണ്ടത്. എന്നാൽ 5000 പേരുടെ ഭക്ഷണം ഒരുക്കിയാൽ 1000 പേർക്ക് ഇവിടെ കൊടുക്കാനൊക്കത്തില്ല. നമ്മൾ സാധാരണ ഒരു 5000 പേർക്ക് സദ്യ ഒരുക്കിയാൽ നമ്മളെ നാട്ടിൽ പറയും അതൊരു 5500 6000 പേർക്ക് കൊടുക്കാമെന്ന്. പക്ഷെ ഇവിടെ 5000 പേർക്ക് സദ്യ ഒരുക്കിയാൽ 2000 പേർക്ക് പോലും കൊടുക്കാനൊക്കത്തില്ല. അതാണ് ഇവിടുത്തെ കാരണം. നമ്മുടെ കല്യാണത്തിന് ചെല്ലുമ്പോൾ അതിന് മുന്നേ നമ്മൾ എന്തെല്ലാം കഴിച്ചും കൊണ്ടായിരിക്കും ചെന്നിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ആഹാരമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം. ആദ്യ കണക്കൂട്ടലൊക്കെ ഇത്തിരി ഒരുപാട് തെറ്റുണ്ടായിരുന്നു. കണക്കൂട്ടലുകളെല്ലാം നമ്മുടെ തെറ്റിപ്പോയി. ആദ്യം ഒരാഴ്ച അവർ പറയുന്നതൊക്കെ ശരിയാണ്. ആദ്യം നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയിരുന്നു. പിന്നെ നമുക്ക് അവരുടെ ക്വാണ്ടിറ്റി മനസ്സിലായി. അതിന് നമ്മളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ് ഓഫീസറും എല്ലാം നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചു അതിന്. കാരണം അവർക്കിതൊക്കെ നടത്തി കണ്ട് പരിചയമുള്ള ആൾക്കാരല്ലേ. അവർ നല്ല രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്തു. ഇതിലെ ഈ പച്ചക്കറി കൊണ്ടുവരുന്ന വലിയ വെല്ലുവിളിയായിരിക്കും അല്ലേ? പച്ചക്കറി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് പമ്പേ വന്നാൽ അത് ട്രാക്ടറിൽ ഇവിടെ എത്തിക്കുന്ന സമയങ്ങൾ, അത് എത്താൻ താമസിക്കുന്നത്, നമ്മൾ ഒരുപാട് ദിവസം എടുത്ത് ഇവിടെ പച്ചക്കറി ഇടാനൊക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വിഷമങ്ങൾ. ഓടി ഓടി വണ്ടി വരത്തില്ലല്ലോ. അങ്ങനെയുള്ള പെട്ടെന്ന് തീർന്നാൽ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല അതിലൊക്കെയാണ്. നമ്മുടെ അവിടെ ആണെങ്കിൽ ഒരു സാധനം തീർന്നാൽ നമുക്ക് അടുത്ത വണ്ടി എടുത്തുകൊണ്ട് അടുത്ത സൈറ്റിലോട്ട് ഓടാം. പക്ഷെ ഇതൊക്കത്തില്ല. ഞങ്ങൾ അഥവാ സാധനം തീരുവാണെങ്കിൽ ഒന്നീ പോലീസ് മെസ്സിലോട്ടാണ് ഓടുന്നത്. അവര് സഹകരിക്കും, അവര് തരും ഞങ്ങൾക്ക്. അത്യാവശ്യം വന്നാൽ അവരാണ് ഞങ്ങളുടെ സഹായി. ക്വാളിറ്റി എങ്ങനെയാണ് അഷ്യൂർ ചെയ്യുന്നത്? ക്വാളിറ്റി നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് മേടിക്കുന്നത്. ഇവിടെ ഓരോരുത്തർ ചോദിക്കും ഇന്നോട്ട്, നിങ്ങൾ ഇത്രയും നല്ല ക്വാളിറ്റി, അതായത് ഞങ്ങളിവിടെ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത് തന്നെ പിന്നെ അരിയുടെ പേര് മറന്നുപോയി. നല്ല നമ്പർ 1 ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, നമ്മൾ അയ്യപ്പൻ്റെ മണ്ണിൽ വന്ന് ഞങ്ങളുടെ സംസാരം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ ആഹാരം കൊടുക്കാമെന്നാണ്. ഞങ്ങളുടെ 99% ഞങ്ങൾ അതിൻ്റെ സത്യസന്ധത കാണിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം. 10-25 വർഷമായിട്ട് ഒരു മേഖലയിൽ തന്നെയല്ലേ? മുമ്പ് ഒരുപാട് പേർക്ക് ഭക്ഷണം ഉള്ളതിൻ്റെ ഒരു അനുഭവമുണ്ട്. അത് ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതെന്ന് പറഞ്ഞാൽ ബൊഫേ സിസ്റ്റമാണ്. നമ്മളിങ്ങനെ വരിക്ക് നിന്ന് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലുള്ള ആൾക്കാരും അടങ്ങുന്ന, അതായത് നാഷണൽ ഗെയിംസ് 2007 ജീവ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെത്, പിന്നെ അതുപോലുള്ള സർക്കാർ പരിപാടികളെന്നൊക്കെ പറയുമ്പോൾ 5000 7000 ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ ആ ഒരു അനുഭവമല്ല ഇത്. അതിൽ 70 ദിവസം ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയാണത്. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഇതിനോടങ്ങ് ഇണങ്ങി ചേർന്നു. വിശ്വാസമാണ് ഇത്. നമ്മൾ എന്തായാലും പൂർത്തീകരിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്.